കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസ്റ്റമർ വിളിച്ചു ചോദിച്ചു, എനിക്ക് ഇൻഫ്ലുവൻഷ്യൽ മാർക്കറ്റിംഗ് ചെയ്യേണ്ടതുണ്ട്, എൻ്റെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിനാണോ ചൂസ് ചെയ്യേണ്ടത് അതോ മാക്രോ ഇൻഫ്ലുവൻസേഴ്സിനാണോ? ഈ ഒരു ചോദ്യം ചിലപ്പോഴെങ്കിലും നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാകാം. ബിക്കോസ് ഇഫ് യു ആർ നോട്ട് ചൂസിംഗ് ദ റൈറ്റ് ഇൻഫ്ലുവൻസേഴ്സ് ഫോർ യുവർ ബിസിനസ്, യു മേ ബി ലൂസിംഗ് മണി ത്രൂ ഇൻഫ്ലുവൻഷ്യൽ മാർക്കറ്റിംഗ്. മാക്രോ ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞാൽ ദേ മേ ബി ഹാവിംഗ് മില്യൺസ് ഓഫ് ഫോളോവേഴ്സ്, ബട്ട് അവരുടെ ഫോളോവേഴ്സ് ഉള്ളവർ എൻ്റെ ബിസിനസ്സിനെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ആണോ, അതല്ല അവർ റാൻഡം ഫാൻസ് ഫോളോവേഴ്സ് ആണോ? മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാലോ മേ ബി ദേ ഹാവിംഗ് ലെസ് നമ്പർ ഓഫ് ഫോളോവേഴ്സ്, ബട്ട് വാട്ട് എവർ നമ്പർ ഓഫ് ഫോളോവേഴ്സ് ആണ് അവർക്കുള്ളത് അത് നിഷ് ഓഡിയൻസ് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ ഫിറ്റ്നസ് ട്രെയിനർ, ഓർഗാനിക് ഫുഡ് ബ്ലോഗർ, ട്രാവൽ ബ്ലോഗർ, they may be having random followers. So how do you decide? It is basically reach versus relevance. Macro influence ആണെങ്കിലോ mass reach ആവും because they have highly followers. Brand awareness കൂടും, but marketing will be costly for you. So business owners, next time when you invest on influential marketing, ഒരു ചോദ്യം ചോദിക്കുക, what is the purpose of influential marketing? ബ്രാൻഡിങ്ങിന് വേണ്ടിയാണോ അതല്ല സെയിൽസിന് വേണ്ടിയാണോ? അവരുടെ ഓഡിയൻസ് എന്റെ കസ്റ്റമർ ആണോ? യെസ് എന്നാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇതുപോലെയുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് സബ്ജക്റ്റിൽ ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടി ഫോളോ മീ.